ആഗോള വിപണിയിൽ ഒരു നാഴികക്കല്ല് കൂടി പിന്നിട്ട് ക്രൂഡ്. എനർജി ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട ഏറ്റവും പുതിയ സ്റ്റാറ്റിസ്റ്റിക്കൽ റിവ്യൂ പ്രകാരം ജൂണിൽ ആഗോള പ്രതിദിന എണ്ണ ആവശ്യകത 100 മില്യൺ ബാരൽ പിന്നിട്ടു. രാജ്യതലത്തിൽ പ്രധാന ഊർജ്ജ സ്രോതസ്സുകൾക്കുള്ള വിതരണത്തിന്റെയും ആവശ്യത്തിന്റെയും സമഗ്രമായ ചിത്രം അവലോകനം ചെയ്യുന്നതാണ് റിപ്പോർട്ട്. ആഗോള എണ്ണ ഉപഭോഗം 2023 പ്രതിദിനം 100 ദശലക്ഷം ബാരൽ കവിഞ്ഞുവെന്നാണ് പ്രധാന കാര്യം. ഗ്യാസോലിൻ, ഡീസൽ, മണ്ണെണ്ണ എന്നിവയുടെ ആവശ്യം 2019 മുമ്പുള്ള നിലയിലേക്ക് തിരിച്ചെത്തി, അല്ലെങ്കിൽ അതിലും കൂടുതലാണ് എന്നതും കാണാതെ പോകരുത്. ആഗോള ഗ്യാസോലിൻ ഉപഭോഗം 25 ദശലക്ഷം ബാരലോടെ കോവിഡിന് മുമ്പുള്ള നിലയിലേക്ക് ഉയർന്നു. അതേസമയം മണ്ണെണ്ണ 2023 17.5% ശക്തമായ വളർച്ച കാണിച്ചിട്ടും 2019 അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. ആഗോള എണ്ണ ഉൽപാദനം 2023 പ്രതിദിനം 96 ദശലക്ഷത്തിലധികം ബാരൽ എന്ന റെക്കോർഡ് നിലയിലെത്തി. ഉൽപാദനം 8.5% കവിഞ്ഞതോടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതിന്റെ മുൻനിര ഉൽപാദക സ്ഥാനം നിലനിർത്തി. 2022 സ്ഥാപിച്ച മുൻ റെക്കോർഡ് തകർത്ത് US എണ്ണ ഉൽപാദനത്തിൽ കുറിക്കുന്ന പുതിയ റെക്കോർഡാണിത്. ആഗോള ഉപരോധങ്ങളുടെ തുടർച്ചയായ ആഘാതം കാരണം റഷ്യയുടെ ഉൽപാദനത്തിൽ 1% ഇടിവുണ്ടായി. സൗദി അറേബ്യയുടെ ഉൽപാദനത്തിൽ മുൻ വർഷത്തേക്കാൾ 8.6% ഇടിവ് നേരിട്ടു. ഒപെക് അംഗങ്ങളുടെ സ്വമേധയാ ഉള്ള ഉൽപാദനം വെട്ടിക്കുറയ്ക്കലാണ് ഇതിനു കാരണം. തെക്കൻ മധ്യ അമേരിക്കൻ പ്രദേശങ്ങളാണ് എണ്ണ ഉൽപാദനത്തിൽ ഗണ്യമായ വളർച്ച കൈവരിച്ചത്, ഏകദേശം 11% വർധന. ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയുടെ എണ്ണ ഉൽപാദനം 2% വർദ്ധിച്ചു. ഇത് മേഖലയിലെ മൊത്തം ഉൽപാദനത്തിന്റെ 57% സംഭാവന ചെയ്യുന്നു. റിഫൈനിംഗ് മാർക്കറ്റ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ചൈന US-നെ മറികടന്നു. നിലവിൽ ചൈനയുടെ ഉൽപാദനം പ്രതിദിനം 18.5 ദശലക്ഷം ബാരലാണ്. എന്നാൽ ചൈനയുടെ റിഫൈനറി ഉപയോഗ നിരക്ക് ഏകദേശം 82%. US-ൽ ഇത് 87%. നിർമ്മാതാക്കളുടെ കാര്യം നോക്കുമ്പോൾ US തന്നെയാണ് മുന്നിൽ. 2023 മൊത്തം എണ്ണയുടെ 15.6% സംഭാവന ചെയ്തത് US ആണ്. 2023 US ഉൽപാദനം പ്രതിദിനം 19.4 ദശലക്ഷം ബാരലാണ്. ഇത് സൗദി അറേബ്യയേക്കാൾ 8 ദശലക്ഷം BPD കൂടുതലാണ്.